എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ 90-ാം വാർഷികം ആഘോഷിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കലും സാംസ്കാരിക പരിപാടികളും നടന്നു. കേരളീയ സമൂഹം നമ്മൾ വളരെ പ്രബുദ്ധരാണെങ്കിൽ പോലും നമുക്കറിയാം പലതരത്തിലുള്ള വിഭാഗങ്ങളായിട്ട് കിടക്കുന്ന ഒന്ന് തന്നെയാണ്. നമുക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള, ജാതിയുടെ അടിസ്ഥാനത്തിൽ, രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാമ്പത്തിക, സാമുദായിക പലതരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഒരു സമൂഹമാണ്. മറ്റു പല സമൂഹങ്ങളെ പോലെ തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മെ നിയന്ത്രിക്കുകയും നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെ വളരെ പ്രാചീനമായിട്ടുള്ള, ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ അബദ്ധമായെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ആശയങ്ങളും ചിന്താഗതികളൊക്കെ തന്നെ നമ്മളെല്ലാവരും പലതരത്തിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. മനുഷ്യർ എന്നുള്ള നിലയിലുള്ള നമുക്ക് ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ളൊരു ഇടമുണ്ടാവുക, ആ ഒരു സ്പേസാണ്, ആ ഒരു ഇടമാണ് വായനശാലകൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി B സുധീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ പ്രതിഭകളെ ആദരിച്ചു. കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത പ്രസാദ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജി ജോൺ, പഞ്ചായത്ത് മെമ്പർമാരായ ഷാജി വർഗീസ്, ആനി ടീച്ചർ, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, വായനശാല വൈസ് പ്രസിഡന്റ് MK വർഗീസ്, എക്സിക്യൂട്ടീവ് അംഗം ഹേമ ട്രീസ എന്നിവർ സംസാരിച്ചു. സാമൂഹിക വിദ്യാഭ്യാസ പ്രവർത്തകൻ മേജർ ജോസഫ്, സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തകൻ PH അഷ്റഫ്, യോഗാധ്യാപിക രജിത, കേശവൻ പറയിൽ, എക്സ് ഡ്രൈവർ ഷെഫീദ്, ലൈബ്രറിയൻ ബിന്ദു മണികണ്ഠൻ എന്നിവരെ ആദരിച്ചു. SSLC പരീക്ഷയിൽ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തുടർന്ന് വായനശാല കുടുംബാംഗങ്ങളുടെ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ EN സുരേഷ് ബാബു, PB ഭവ്യ, EN സതീഷ് ബാബു, അനില സോമൻ, PM മുഹമ്മദ് സലീം, AS രവീന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.